ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് തൽക്കാലത്തേക്ക് തടഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി. ഹർജി പരിഗണിച്ചത് ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചാണ്. ഹർജിയിൽ വിശദമായ വാദം കേട്ടതിന് ശേഷം ഈ അറസ്റ്റിലേക്ക് എത്താവൂ എന്നാണ് ബെഞ്ച് പറയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേരുകയാണ്. രാജേഷ്, രാഹുൽ മാങ്കൂട്ടത്തിന് വലിയൊരു ആശ്വാസം. കാരണം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാതെ ഒളിവിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അത് ഈ അറസ്റ്റ് തടയുന്നതിന് വേണ്ടി തന്നെയായിരുന്നു. എന്തായാലും ഇപ്പോൾ അറസ്റ്റ് തൽക്കാലത്തേക്ക് തടഞ്ഞിരിക്കുകയാണ്. ഹൈക്കോടതി വിധി സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ. ഇക്കാര്യത്തിൽ ഇത് മുൻകൂട്ടി, അതായത് നമ്മുടെ ചാനലിൽ നമ്മൾ ഏകദേശം ഇതിലൊരു വീഡിയോ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഈ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്ന് സെഷൻസ് കോടതി പ്രഥമ ദൃഷ്ട്യാ പറയുകയും അല്ലെങ്കിൽ പരാമർശിക്കുകയും അതേ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഈ കുറ്റം മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മർദ്ദം ചെലുത്തി ഗർഭഛിദ്രം നടത്തി എന്ന വാദം വസ്തുതകൾ പരിശോധിക്കാതെയാണ് എന്ന ഒരു പോയിന്റിൽ ഊന്നിയാണ് ഇവർ വാദം ആരംഭിച്ചത്. അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ എസ് രാജീവ് അദ്ദേഹം ഈ കാര്യം പ്രത്യേകം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കാരണം ഇതിൽ പ്രഥമ ദൃഷ്ട്യാ ഏതെങ്കിലും തരത്തിൽ ഒരാളെ കുറ്റം ചെയ്തു എന്ന് കാണിക്കാൻ ഉള്ള യാതൊരു മെറ്റീരിയലും ഇല്ല എന്നാണ് അവർ വാദിച്ചത്. ഈ പ്രഥമ ദൃഷ്ട്യാ കുറ്റം സംഭവിക്കണമെങ്കിൽ നിർബന്ധപൂർവ്വം ഗർഭഛിദ്രം നടത്തുവാനുള്ള എന്തെങ്കിലും ഫോഴ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ബലമായി നടത്തുവാനുള്ള ഏതെങ്കിലും കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യണം. എന്നാൽ ഇവിടെ ഇതിൽ പ്രേരിപ്പിച്ചു അല്ലെങ്കിൽ ഇമോഷണലി ഇത് ചെയ്തു എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഗർഭഛിദ്രം നടത്തി അബോർഷൻ നടത്തുന്ന കുറ്റം ഈ നിർബന്ധപൂർവം അല്ലാതെ നടത്തുകയാണെങ്കിൽ ഈ കുറ്റം ബെയിലബിൾ ആണ്, അതായത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ്. അപ്പോൾ പ്രഥമ ദൃഷ്ട്യാ കോടതി ഈ കാര്യം ഹൈക്കോടതി പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബലാത്സംഗം നടന്നു എന്നത് നോക്കുമ്പോൾ അത് വിശദമായ വാദം കേൾക്കേണ്ടതാണ്. നടന്നു എന്ന് പറയാനാവില്ല, കാരണം ഇമോഷണലി ഇവർ തമ്മിലുള്ള ബന്ധമാണ്, പരസ്പര സമ്മതമുള്ള ബന്ധമാണ്. രണ്ടാമത്തെ കാര്യം, ബലമായി ഏതെങ്കിലും തരത്തിൽ ഈ അബോർഷൻ നടത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ നോക്കുമ്പോൾ ബലമായി ശ്രമിച്ചതായിട്ടുള്ളതല്ല, പ്രേരിപ്പിച്ചു എന്നുള്ള കാര്യമാണ് വന്നിട്ടുള്ളത്. ഈ പെൺകുട്ടിയെ അതിനകത്ത് ഒരു ഭാഗമായിട്ട് വരാൻ സാധ്യതയുണ്ട് നാളെ. അപ്പോൾ അത് നമ്മളൊരു പ്രത്യേക വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാര്യം ഇത് പരിശോധിച്ച് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗവും കേൾക്കണം. ഹൈക്കോടതി പോലുള്ളൊരു ഭരണഘടനാ കോടതി ഇരുഭാഗവും കേൾക്കണം, രണ്ട് ഭാഗത്തും ന്യായവും നോക്കണം. ഈ സാഹചര്യത്തിലാണ് തൽക്കാലം അറസ്റ്റ് തടഞ്ഞത്. ഇതാണ് ഹൈക്കോടതി ചെയ്തിട്ടുള്ളത്. ചെയ്യാം. പക്ഷേ പ്രഥമ ദൃഷ്ട്യാ രാഹുലിനെതിരെ തെളിവുണ്ട്, കുറ്റക്കാരനാണ് എന്ന തരത്തിലാണല്ലോ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയൊക്കെ ഈ കേസ് പരിഗണിച്ചപ്പോൾ പറഞ്ഞത്. ഇത് തന്നെയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരൻ എന്നല്ല സെഷൻസ് കോടതി പറഞ്ഞിട്ടുള്ളത്. അത് പല മാധ്യമങ്ങളിലും തെറ്റായി വന്നതാണ്. പ്രഥമ ദൃഷ്ട്യാ കുറ്റം നടന്നിട്ടുണ്ട് എന്നാണ്. ഒരിക്കലും ഒരു മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഒരു കോടതിക്ക് ആ പ്രാഥമികമായി പോലീസ് കാണിക്കുന്ന തെളിവുകൾ വെച്ചിട്ട് ഇയാൾ കുറ്റക്കാരനാണ് എന്ന് വിധിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് വിടണ്ടേ? അതല്ല സംഭവം. കുറ്റക്കാരനാണ് എന്ന് പറയണമെങ്കിൽ മുഴുവൻ വിചാരണ നടത്തി അതിനുശേഷം മാത്രമേ ഒരു കോടതിക്ക് വിധിക്കാനാവൂ. ഇത് കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്ന് തോന്നി കോടതിക്ക്, അത് മാത്രമേ ഉള്ളൂ. കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള കാര്യങ്ങൾ വിചാരണ നടത്തിയാണ് സ്വീകരിക്കേണ്ടത്. പക്ഷെ ഈ കുറ്റകൃത്യം നടന്നിട്ടില്ല എന്നാണ് രാഹുൽ കോടതിയിൽ പറയുന്നത്, ഹൈക്കോടതിയിൽ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത് പരിശോധിക്കട്ടെ, അതുവരെ അറസ്റ്റ് ചെയ്യരുത് എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ വ്യക്തമായെന്ന് ഞാൻ ചിന്തിക്കുന്നു. അഡ്വക്കേറ്റ് രാജേഷ്, അപ്പോൾ ജാമ്യ ഹർജിയിലെ തീരുമാനം എന്നുണ്ടാകും? അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി. ജാമ്യ ഹർജിയിലെ തീരുമാനം ഇപ്പോൾ തൽക്കാലം ഹൈക്കോടതി അടുത്ത തവണ ഹർജി പരിഗണിക്കുന്നവരെ അറസ്റ്റ് തടഞ്ഞു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസിൽ അറസ്റ്റ് തടഞ്ഞു. പക്ഷേ വേറൊരു കേസുണ്ട്, വേണമെങ്കിൽ പോലീസിന് അതിൽ അറസ്റ്റ് ചെയ്യാം. അതിൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിട്ടില്ല. എങ്കിലും ഈ കേസിൽ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞു. ഈ കേസിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അടുത്ത തവണ ഈ സർക്കാരിന്റെ വിശദീകരണം പറഞ്ഞോളൂ, അപ്പൊ ഇൻസ്ട്രക്ഷൻ എന്ന് പറയും. സർക്കാരിന്റെ വിശദീകരണം കൂടെ കേട്ട ശേഷം അടുത്ത തവണ ഹർജി പരിഗണിക്കുമ്പോൾ കോടതി ചിലപ്പോൾ ഇത് വാദം കേട്ട ശേഷം ചിലപ്പോൾ ഈ അറസ്റ്റ് തടയൽ നീട്ടിയേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയേക്കാം, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിക്കാം. മൂന്നിൽ ഏത് കാര്യം വേണമെങ്കിലും സംഭവിക്കാം. അത് വിശദമായ വാദം കേട്ട് കോടതിയാണ് പറയേണ്ടത്. കോടതിയുടെ വിവേചനാധികാരമാണ്. ശരി രാജേഷ്, വ്യക്തമാണ്. എന്തായാലും കൂടുതൽ വിവരങ്ങളുമായി രാഷ്ട്രീയ വിശകലനങ്ങളുമായി അൺഫിൽഡ് ഡിസൂസ കൂടി ചേരുകയാണ്. അൺഫിൽഡ്, രാഹുൽ മാങ്കൂട്ടത്തിന് വലിയൊരു ആശ്വാസം. കാരണം രാഹുലിന്റെ അറസ്റ്റ് തൽക്കാലത്തേക്ക് ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. രാഹുൽ ഒളിവിലായിരുന്നു, നമുക്കറിയാം. രാഹുലിന്റെ ഒരു ആവശ്യം തന്നെ അത് തന്നെയായിരുന്നു. ഒളിവിലായിരുന്നുകൊണ്ട് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായാൽ പെടുമെന്ന് രാഹുലിന് വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒളിവിലിരുന്നു കൊണ്ട് നിയമവഴി തേടുകയായിരുന്നു രാഹുൽ.
ഇത് തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയമുണ്ടായി ഇത്രയേറെ ദിവസങ്ങൾ പിന്നിട്ടിട്ട് പോലും രാഹുലിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. അതിൽ രാഹുലിനെ എന്തുകൊണ്ട് പോലീസിന് കണ്ടെത്താൻ കഴിയുന്നില്ല? രാഹുലിന്റെ അറസ്റ്റ്, കോടതിയിൽ നിന്നുള്ള ഒരു പരിരക്ഷ ലഭിക്കുന്നത് വരെയും രാഹുലിന്റെ അറസ്റ്റ് വൈകിപ്പിക്കാനുള്ള ഒരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നൊരു ആക്ഷേപം ഈ നിമിഷം വരെയും അന്വേഷണ സംഘം, ഒപ്പം തന്നെ സർക്കാരും. കാരണം സർക്കാരും കോൺഗ്രസും തമ്മിലുള്ള ഒത്തുകളി എന്ന ആരോപണവും ആക്ഷേപവും BJP ഉയർത്തുന്നു. അതേസമയം സർക്കാരിന്റെ എന്തുകൊണ്ട് അറസ്റ്റ് വൈകുന്നു എന്നൊരു ചോദ്യം, കോൺഗ്രസ് ചെയ്യേണ്ടതൊക്കെ കോൺഗ്രസ് ചെയ്തു കഴിഞ്ഞു, ഇനി അറസ്റ്റ് ചെയ്യേണ്ടതും തീരുമാനിക്കുന്നത് സർക്കാരും ആഭ്യന്തര വകുപ്പ് അന്വേഷണ സംഘവുമാണ് എന്ന് പറഞ്ഞ ഒരു ആരോപണവും പോലും കോൺഗ്രസും ഉയർത്തുന്നു. അതേസമയം കോൺഗ്രസിനെതിരെ CPM ഉയർത്തിയിരുന്നത് കോൺഗ്രസിന്റെ സംരക്ഷണയിൽ തന്നെയാണ്. രാഹുൽ എവിടെയാണ് എന്ന് ഇന്നലെ മുഖ്യമന്ത്രി പോലും പറഞ്ഞതാണ്. കോൺഗ്രസുകാർക്ക് കൃത്യമായി അറിയാം രാഹുൽ എവിടെയാണ് എന്നുള്ളത്, കൃത്യമായി കോൺഗ്രസ്. അങ്ങനെ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ച് പഴിചാരുകയാണ് CPM-ഉം കോൺഗ്രസും. നിലവിൽ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ രാഹുൽ ആഗ്രഹിച്ചത് തന്നെയാണ് രാഹുലിന്റെ നീക്കം, അതായത് നിയമ പോരാട്ടം നടത്തുന്നതുവരെയും ഒരു ഒളിസങ്കേതത്തിൽ ഇരുന്നു കൊണ്ട് രാഹുൽ അതിശക്തമായ രേഖകളും തെളിവുകളും അതിജീവിതയ്ക്കെതിരെ നിരത്തി. അതായത് രാഹുൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഉഭയകക്ഷി ബന്ധമായിരുന്നു. അതൊക്കെ തന്നെയും കോടതി അംഗീകരിച്ചാലും രാഹുലിന് വിലങ്ങ് തടിയാകുന്നത് ജാമ്യം നിഷേധിക്കുന്നത്. ഇപ്പോ മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനം ഉണ്ടാകുന്നത് വരെ, അതല്ലെങ്കിൽ ഈ 15-ാം തീയതി വരെ നോട്ട് ടു അറസ്റ്റ് ഹർജി, ഒരു ഉപഹർജിയായി നൽകിയ നോട്ട് ടു അറസ്റ്റ് ആണ് കോടതി അംഗീകരിച്ച് 15-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് പറയുന്നത്. പക്ഷെ അതിനു മുൻപ് മുൻകൂർ ജാമ്യ ഹർജി തള്ളുകയോ മറ്റേതെങ്കിലും രീതിയിൽ ആ സാഹചര്യം രാഹുലിനെതിരായി വിധി വരികയോ ചെയ്താൽ ഈ ഉപഹർജി നിൽക്കില്ല. അപ്പോൾ രാഹുലിനെ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. പക്ഷെ പ്രതീക്ഷിക്കുന്നത് അതുവരെ രാഹുലിന് താൽക്കാലിക ഒരു ആശ്വാസം ലഭിക്കുകയാണ്. രാഹുലിന് ഒരുപക്ഷെ മറഞ്ഞിരിക്കുന്ന രാഹുലിന് പോലും ഒരുപക്ഷെ രംഗത്ത് വന്ന് നിയമ പോരാട്ടം നടത്താനുള്ള ഒരു സാധ്യത, ഒരു പരീക്ഷ കൂടി ഈ വിധിയിലൂടെ വരികയാണ്. അപ്പോൾ രാഹുൽ ഇത്രയും നാൾ ആഗ്രഹിച്ചത് തന്നെയാണ്. ഇപ്പോൾ ഈ 15-ാം തീയതി വരെ രാഹുലിനെ തടയരുതെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ രാഹുൽ എത്രത്തോളം രംഗത്ത് വരുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം തെരഞ്ഞെടുപ്പാണ്, ഇലക്ഷനുമായി സജീവമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ രാഹുൽ ഒരുപക്ഷെ രംഗത്ത് പരസ്യമായി വരാനുള്ള സാധ്യത കുറവാണ്. അതേസമയം രാഹുലിനെ സംബന്ധിച്ച് കൂടുതൽ ഏറ്റവും പ്രതിബന്ധമായി നിൽക്കുന്ന അല്ലെങ്കിൽ തടസ്സമായി നിൽക്കുന്നത് രാഹുൽ ഈ പെൺകുട്ടിക്ക് ഗർഭചിത്രം പ്രേരിപ്പിച്ചു നൽകി എന്നൊരൊറ്റ തെളിവ്, ആ ഒരൊറ്റ തെളിവ്, അത് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ വന്നപ്പോൾ പോലും ആ ഒരൊറ്റ തെളിവ് അത് കൃത്യമായി സ്ഥാപിക്കാൻ രാഹുൽ പരാജയപ്പെട്ടു. അവിടെയാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത് രാഹുൽ പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരനാണ് എന്ന്, തെളിവുകളൊക്കെ രാഹുലിനെതിരാണെന്ന്. അതേ രീതിയിൽ അത് തെളിയിക്കാൻ രാഹുലിന് വേണ്ട രേഖകളും അതിന്റെ എവിഡൻസും ഒക്കെ കൃത്യമായി രാഹുലിന് കണ്ടെത്താൻ കഴിഞ്ഞു. അത് തെളിയിക്കുകയാണെങ്കിൽ രാഹുലിനെ സംബന്ധിച്ചോളം രാഹുൽ ഈ കേസിൽ സുഖമായി തന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ലാതെ രാഹുലിന് ജാമ്യം ലഭിക്കുകയും പിന്നെ ജാമ്യത്തിലിറങ്ങിയ ശേഷം രാഹുലിന് വളരെ എളുപ്പത്തിൽ തന്നെ നിയമ പോരാട്ടം നടത്തി ഈ കേസ് എത്ര കാലം വേണമെങ്കിൽ കേസ് നീട്ടിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ അതിൽ വിധി വരുന്നത് വരെയും നീളം. അപ്പൊ രാഹുലിനെ സംബന്ധിച്ച് രാഹുൽ അറസ്റ്റ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഐറ്റുള്ളിലാവുകയോ റിമാൻഡിലാവുകയോ അത്തരത്തിലെ യാതൊരു പ്രതിബന്ധങ്ങളും രാഹുലിന് ഉണ്ടാവുകയില്ല. രാഷ്ട്രീയമായി ഇതിനെ വിലയിരുത്തുകയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞിരിക്കുന്നു. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കി കഴിഞ്ഞിരിക്കുന്നു. MLA സ്ഥാനം ഒഴിയണം എന്നൊരു ആവശ്യം അതിശക്തമായി തന്നെ രാഹുലിന് മേലുണ്ട്. പ്രത്യേകിച്ച് നേതാക്കളൊന്നും തന്നെ നിർദ്ദേശിക്കുന്നില്ലെങ്കിൽ പോലും രാഹുൽ ഇനി പ്രത്യേകിച്ച് 2 കേസാണ് രാഹുലിനെതിരെ. ബലാത്സംഗം FIR ഇട്ട ഏറ്റവും ഗുരുതരമായ വകുപ്പുകൾ ചുമത്തുന്ന 2 കേസുകൾ. ഈ 2 കേസിൽ ഇതിൽ തന്നെ ആദ്യത്തെ കേസിൽ മാത്രമാണ് നമ്മൾ ഈ നോട്ട് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. രണ്ടാമത്തെ കേസ് FIR ഇട്ട് ആ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ വില്ലിംഗ് ആണ്, അത് പെൺകുട്ടി അറിയിച്ചു, പക്ഷെ മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല ക്രൈംബ്രാഞ്ച്. മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ FIR-ൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരും. അപ്പോൾ ആ രണ്ടാമത്തെ കേസിലും അറസ്റ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. അങ്ങനെ രാഹുലിനെ കണ്ടെത്താനുള്ള നീക്കം ശക്തമായി തുടരുന്ന വേളയിലാണ് ഇങ്ങനെ ഈ 2 കേസുകളുള്ളപ്പോഴാണ് രാഹുൽ MLA സ്ഥാനം ഒഴിയണമെന്നൊരു ആവശ്യം അതിശക്തമായി മുന്നോട്ട് വെക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെ. അപ്പോൾ ഈ അറസ്റ്റ് ആദ്യത്തെ കേസിൽ ഒരുപക്ഷെ തൽക്കാലത്തേക്ക് 15-ാം തീയതി വരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു താൽക്കാലിക പരിരക്ഷ കോടതിയിൽ നിന്ന് ലഭിച്ച സാഹചര്യത്തിൽ രാഹുലിന് നിയമ പോരാട്ടം നടത്താൻ ഒരു താൽക്കാലിക ആശ്വാസം ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ രാഹുലിന് കോൺഗ്രസിൽ നിന്ന് ഈ തൽക്കാലത്ത് രാഷ്ട്രീയമായി തന്നെ ഈ MLA പദവി ഒഴിയുക, അല്ലെങ്കിൽ രാഹുലിനെ എത്രയും വേഗം തന്നെ രാഹുലിനെതിരെ കടുത്ത നടപടി കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തു നിന്ന് പുറത്താക്കിയതിനപ്പുറത്തേക്ക് രാഹുലിന് ഈ എല്ലാ പദവികളും എല്ലാ ചുമതലകളും ഒഴിവാക്കി രാഹുൽ ഇപ്പൊ നിലവിൽ രാഹുൽ ഒരു സ്വതന്ത്ര MLA ആണ്.
ആ സ്വതന്ത്ര MLA എന്ന പദവിക്ക് പോലും രാഹുൽ അർഹനല്ല. കാരണം കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ച് പാലക്കാട് നിന്ന് ജയിച്ച് നിയമസഭയിലെത്തിയത്. ആ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ പിന്നെ എന്ത് ധാർമ്മികതയാണ് കോൺഗ്രസ് പ്രതിനിധിയായിരിക്കും? കോൺഗ്രസ് പ്രതിനിധി അല്ലെങ്കിൽ പോലും MLA, ഒരു സ്വതന്ത്ര MLA ആയി കൂടി നിയമസഭ ഇരിക്കാൻ എന്ത് യോഗ്യതയാണ് എന്നൊരു ചോദ്യം കോൺഗ്രസിനുള്ളിൽ തന്നെ ശക്തമായി ബാധിക്കുകയാണ്. ആ ചോദ്യത്തിലൊക്കെ താൽക്കാലികമായ ചോദ്യങ്ങളൊക്കെ താൽക്കാലികമായ ചോദ്യത്തിന് രക്ഷപ്പെടാൻ രാഹുലിന് ഈ ഒരു അറസ്റ്റ് തടയുക എന്ന ഒരു നിയമ പരിരക്ഷ ലഭിക്കുന്നതിലൂടെ രാഹുൽ അത് നേടുകയാണ്. അതോടൊപ്പം തന്നെ മറുഭാഗത്ത് CPM ആകട്ടെ ഈ രീതിയിൽ കോടതിയിൽ നിന്നൊരു പരിരക്ഷ ലഭിച്ച ഒരു സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിന്മേലുള്ള സമ്മർദ്ദം തൽക്കാലത്തേക്ക് കുറയുകയാണ്. അതായത് ഈ സർക്കാർ എന്തുകൊണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നില്ല, കോൺഗ്രസിന് ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു എന്ന ചോദ്യങ്ങൾ നിരവധി തവണ കോൺഗ്രസ് നേതാക്കൾക്ക് നമുക്കറിയാം, കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ പരസ്യമായി തന്നെ ചോദിക്കുകയാണ്. രാഹുലിനെ എന്തുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന്, അന്വേഷണ സംഘത്തിന് ആഭ്യന്തര വകുപ്പിന് എന്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്ന്, അത്തരം ചോദ്യങ്ങളൊക്കെ നിരന്തരം ഉന്നയിക്കുമ്പോൾ തൽക്കാലം അറസ്റ്റ് എന്നൊരു നീക്കം, അതിവേഗത്തിലുള്ള അറസ്റ്റ് എന്നത് കോടതിയിൽ നിന്നൊരു പരിരക്ഷ രാഹുലിന് ലഭിച്ചിരിക്കുകയാണ്. ഈ പരിരക്ഷ ഉള്ളിടത്തോളം കാലം ആ അറസ്റ്റ് വൈകിയാൽ പോലും ആ രീതിയിലുള്ള ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ ഒന്നും തന്നെ തൽക്കാലത്തേക്ക് അന്വേഷണ സംഘത്തിന്മേലോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് നേരെ ഉണ്ടാവുകയില്ല. അങ്ങനെ ഇപ്പോൾ കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന ഈ നിർണായകമായൊരു തീരുമാനം അല്ലെങ്കിൽ ഈ ഉത്തരവ്, നോട്ട് അറസ്റ്റ് 15-ാം തീയതി വരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യരുത് എന്ന ഒരു പരിരക്ഷ ലഭിക്കുന്നതിലൂടെ രാഹുൽ താൽക്കാലികമായി രാഷ്ട്രീയമായി രാഹുലിന് ഒരു വിജയമെന്നല്ല, ഒരു ആശ്വാസമാണ്. അതായത് MLA സ്ഥാനം രാജിവെക്കുക, രാഹുലിനെ എല്ലാ അർത്ഥത്തിലും രാഹുലിനെ മാറ്റി നിർത്തുക എന്ന് പറയുന്ന ഒരു ആവശ്യം, ആ ആവശ്യത്തിന് തൽക്കാലം ഒരു പരിരക്ഷ ലഭിക്കുന്നു, ഒരു ആശ്വാസം ലഭിക്കുന്നു. ഒപ്പം CPM-നെ സംബന്ധിച്ച് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, തെരഞ്ഞെടുപ്പ് വരെ സജീവമായി നിലനിർത്താനുള്ള ഒരു നീക്കം, ഒരു ആസൂത്രിത നീക്കം നടത്തുന്നു എന്ന ആരോപണങ്ങളിൽ നിന്ന് തൽക്കാലത്തേക്ക് രക്ഷപ്പെടാൻ. കാരണം ഈ ചോദ്യങ്ങൾ നേരിടുമ്പോൾ, മന്ത്രിമാരടക്കമുള്ളവർക്ക് ചില ചോദ്യം നേരിടുമ്പോൾ കോടതി ഉത്തരവാണ്, അറസ്റ്റ് ചെയ്യരുതെന്ന ഉത്തരവുണ്ട് 15-ാം തീയതി വരെ. അതിനടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണ് എന്ന മറുപടിയും ഇവർക്ക് നൽകാം. അങ്ങനെ പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ വിഷയം വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല, പ്രചാരണ സമയത്തുടനീളം. പക്ഷേ ഈ അവസാന ലാപ്പിലേക്ക് തെരഞ്ഞെടുപ്പ് കിടക്കുന്നു. നാളെയാണ് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം നാളെ നടക്കുന്ന ഈ അവസാന ലാപ്പിൽ തൽക്കാലത്തേക്ക് രാഹുലിൽ നിന്നുള്ള ആ ഒരു ഫോക്കസ് തൽക്കാലം മാറുന്നു എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച ആശ്വാസമാണ്. കാരണം ഈ രാഹുലിന് ഈ പരിരക്ഷ ലഭിക്കുന്നിടത്തോളം കാലം ഇനിയുള്ള ഈ രണ്ടോ മൂന്നോ ദിവസമെന്ന് പറയുന്നത് 11-ാം തീയതി വരെയാണ്. റിസൾട്ട് വരുന്നത് വരെ ഇത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായി ഇതൊരു വിഷയമല്ല. 2ാം ഘട്ടത്തിന്റെ വോട്ടെടുപ്പ് നടക്കുന്ന ആ 11-ാം തീയതി വരെയും രാഷ്ട്രീയ മുന്നണികൾ, പ്രത്യേകിച്ച് കോൺഗ്രസിനായാലും CPM-നായാലും രാഹുൽ ഒരു കത്തിക്കയറുന്ന പ്രചാരണ വിഷയം തന്നെയാണ്. ഈ കത്തിക്കഴിയുന്ന പ്രചാരണ വിഷയത്തിൽ തൽക്കാലം ഒരു ഫോക്കസ് മാറാനായി ഈ വിധിയിലൂടെ ഇരു പാർട്ടികൾ, അത് കോൺഗ്രസിനായാലും CPM-നായാലും അങ്ങനെ ഗുണം ചെയ്യും. അത് ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്നത് കോൺഗ്രസിനെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ശരി. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് തൽക്കാലത്തേക്ക് ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. ഹർജി പരിഗണിച്ചത് ജസ്റ്റിസ് K. ബാബുവിന്റെ ബെഞ്ചായിരുന്നു. ഹർജിയിൽ വിശദമായ വാദം കേട്ടതിന് ശേഷമേ അറസ്റ്റിലേക്ക് എത്താവൂ എന്നുള്ളതാണ് ബെഞ്ച് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ചേരുകയായിരുന്നു അഡ്വക്കേറ്റ് രാജേഷും അൻഫല ഡിസൂസയും.